ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളെ വർക്ക് നമ്മൾ ചെയ്തൊരു പ്ലംബിംഗ് ലൈനിൽ ജിപ്സം വർക്ക് ചെയ്തവർ ജിപ്സം ബോർഡ് ഡ്രില്ല് ചെയ്തിട്ട് നമ്മളെ പൈപ്പിൻ്റെ പോയിൻ്റ് എൽബോയിൽ എൻഡ് ക്യാപ്പിൽ കറക്റ്റ് കയറ്റിയിരിക്കുക. രണ്ട് സൈഡും അവർക്ക് ക്ലാമ്പിങ് ചെയ്യാനായിട്ട് ഈ ഒരു ഭാഗമാണ് അവർ തിരഞ്ഞെടുത്തത്. കറക്റ്റ് ഇന്ത്യക്കാരാ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവർ കറക്റ്റ് പ്ലഗിൽ സ്ക്രൂ ചെയ്തിട്ട് ആ സ്ക്രൂ ചെയ്ത ഭാഗത്ത് കൂടി പ്രഷർ പമ്പ് ഉണ്ടായത് കൊണ്ടാണ് ഈ പ്രഷർ ഇവിടെ കാണാൻ കഴിഞ്ഞത്. നേരത്തെ ഗ്രാവിറ്റി പ്രഷറിൽ ഇത് തീരെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പമ്പ് കൊടുത്തതോടുകൂടി ഒരു 3 ബാർ പ്രഷർ കയറിയതോട് കൂടിയിട്ടാണ് ഈ പ്രശ്നം പുറത്തേക്ക് വന്നത്. ഇത് കണ്ടോ, ഈ ക്ലാമ്പ് അവർ നേരെ നമ്മളെ ഇതിന് വാൾ മിക്സർ കൊടുക്കുന്ന മാതിരി ഇതിന് നേരെ അങ്ങോട്ട് ചാമ്പിക്കുക. അപ്പോൾ ക്ലൈൻറ്റ് അത്യാവശ്യം നല്ലൊരു ക്ലൈൻ്റ് ആയതുകൊണ്ട്, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന ക്ലൈൻ്റ് ആയതുകൊണ്ട് അവർ നമ്മളോട് പറഞ്ഞ് നിങ്ങളത് കട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫാൾട്ട് എന്തെങ്കിലും ആണെങ്കിൽ അത് പെട്ടെന്ന് പരിഹരിച്ച് തരണമെന്ന് പറഞ്ഞു. ഇതാണ് അവസ്ഥ. ഇത് കറക്റ്റ് ക്യാപ്പ് പ്ലഗിന് കയറിപ്പോയതാണ്, അവരെ സ്ക്രൂ കറക്റ്റ് പ്ലഗിന് കയറിയതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ അവർക്ക് സംഗതി കാര്യം ബോധ്യപ്പെട്ട് മനസ്സിലായി. അവർ പറഞ്ഞ് കുഴപ്പമില്ല, അത് നന്നാക്കി ബ്ലോക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഞമ്മക്കും കൂടി ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം മേലിൽ ആരും ഇങ്ങനത്തെ പ്ലഗുകൾ, ഇത് PPRൻ്റെ പ്ലഗാണ്, നമ്മൾ 10 ബാർ പ്രഷർ അടിച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇത് ഓൾറെഡി അവിടെ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് അയക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്തത് GIൻ്റെ പ്ലഗ് ഇടുകയാണ് അവിടെ ചെയ്തത്. അപ്പോൾ CP നമ്മൾ തിരഞ്ഞു കിട്ടാത്തത് കൊണ്ടാണ്. അപ്പോൾ GI പ്ലഗ് ഷെല്ലക്കിൽ വെച്ചിട്ട് ആണ്ട് ബ്ലോക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ പരമാവധി നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മളൊരു സൂപ്പർവിഷൻ, പ്ലംബർ സൂപ്പർവിഷൻ എപ്പോഴും നിർബന്ധമാണ്. അത് നമ്മളെ കൂടെ ഉള്ളവർ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ ഉത്തരവാദിത്തം എപ്പോഴും നമുക്കായിരിക്കും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുക, ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ. ഓക്കെ.